ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മളിന്നൊരു വൺ ഡേ സോളോ KSRTC ശബരിമല ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു വൺ ഡേ ട്രിപ്പാണ്. അപ്പോൾ നമ്മുടെ KSRTC ബസ്സിൽ രാത്രി തമ്പാനൂരിൽ നിന്ന് രാത്രി 8:55 ബസ്സിൽ നമ്മൾ ശബരിമല പമ്പയിലേക്ക് തിരിക്കുകയാണ്. KSRTC ഈ സമയത്ത് സെലക്ട് ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കാര്യം ഒരു കിടിലം വൈബാണ് നമുക്ക് ഈ ട്രിപ്പിന് ഉടനീളം ഉള്ളത്. അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം അതെന്തൊക്കെയാണെന്നുള്ള കാര്യം. ഇവിടെ ഈ റോഡ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഹൈ റേഞ്ച് കയറുന്ന കുറച്ച് വീഡിയോസാണ് നമ്മൾ ആദ്യം തന്നെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം ഇന്നത്തെ വേറെ വെട്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ ഭയങ്കര ഹെവി റെയിനാണ്. അപ്പോൾ ഹെവി റെയിനിൽ ആണ് ഈ സംഭവം ഉണ്ട്. അപ്പം കുറച്ചുകൂടെ ഈ ഹൈ റേഞ്ച് കയറുമ്പോൾ കുറേ ഫോഗൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളിടയ്ക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ്. മഴ എന്നൊരു രക്ഷയില്ലാത്ത മഴയാണ്, പക്ഷേ മഴ ഒരു വല്ലാത്തൊരു കിടിലൻ വൈബാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഫോഗ് ലാമ്പ് ഇട്ടാണ് പോകുന്നത്. അപ്പം ജസ്റ്റ് റോഡിൽ ആ റിഫ്ലക്ടർ ലൈറ്റുകൾ മാത്രം കണ്ടാണ് നമ്മൾ വണ്ടി ഓട്ടിക്കുന്നത് തന്നെ. പിന്നെ അടുത്തൊരു ഘട്ടമൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഒരു ഈ റിഫ്ലക്ടർ ലൈറ്റ് മാത്രം ഒരു വര പോലെ മാത്രമേ ലൈറ്റുള്ളൂ. KSRTC ഡ്രൈവർമാർക്ക് ഭയങ്കര ഹെവി ആയിട്ടാണ് വണ്ടി കൊണ്ടുപോകുന്നത് രാത്രിക്ക് സമയത്ത്. കാര്യം ഇത്രയും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ടൈമൊക്കെ എത്തിയപ്പം നമ്മൾ നല്ല ഒരു ഫോറസ്റ്റ് ഏരിയയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ജസ്റ്റ് ഒരു വര പോലത്തെ ലൈറ്റ് മാത്രമേ. ഇത് നമ്മുടെ ബസ്സിനകത്തിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതെല്ലാം ഹൈ റേഞ്ചും യൂ ടേണും ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ കൂടി ഇങ്ങനെ വണ്ടി ഓട്ടിക്കുന്നത് കാണാനും വണ്ടി ഓട്ടിക്കാനൊക്കെ നല്ല രസമായിരിക്കും. ഇപ്പം നമ്മൾ അത് ഈ കാണുന്നത് ഫുൾ ഫോഗാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ജസ്റ്റ് യെല്ലോ ലൈറ്റ് മാത്രമായിട്ടാണ് ഓട്ടിക്കുന്നത്. അത്രയും ഫോഗാണ്. ഈ റിഫ്ലക്റ്റ് ചെയ്യണ കിടക്കുന്ന മൊത്തം ഫോഗാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല അത്. അതൊരു കിടിലം എക്സ്പീരിയൻസ് ആണ് ഫോഗ്. അപ്പോൾ ഏകദേശം രാവിലെ വെളുപ്പിനൊരു 1 മണി സമയത്തൊക്കെയാണ് ഈ പോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പമ്പയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പമ്പയിലെത്തിയപ്പോൾ അവിടെ നല്ല മഴയാണ്. അപ്പോൾ പമ്പയൊക്കെ ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞൊഴുകയാണ്. അത് കാരണം നമുക്ക് പമ്പയിൽ കുളിക്കാനൊന്നും പറ്റിയില്ല. നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് ഷവർ വെച്ചിട്ടുണ്ട്. ഷവറിൽ കുളിക്കേണ്ടത്. കാര്യം പമ്പയൊക്കെ ഇറങ്ങാൻ പറ്റില്ല, കാര്യം അത്ര ഡേഞ്ചർ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ കാണുന്ന പോലെയല്ല, കുറച്ചുകൂടെ നമ്മൾ റിയലായിട്ട് വരുമ്പോൾ അതിൻ്റെ ഫീൽ വേറെയാണ്. പിന്നെ നമ്മളിപ്പോൾ ദർശനം കഴിഞ്ഞ് നടപ്പന്തലിൽ നിൽക്കുന്ന വീഡിയോസാണ് ഇപ്പോൾ കാണുന്നത്. കാര്യം ഇതിനിടയ്ക്ക് ഫുള്ള് ഹെവി റെയിൻ, ഭയങ്കര റെയിനായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറുന്ന വഴിക്കൊന്നും ഫോണൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ടൊന്നും ഒന്നും ഷൂട്ട് ചെയ്യാനേ പറ്റിയില്ല. പക്ഷേ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. തിരിച്ചിറങ്ങുമ്പം മഴയില്ല, മഴ മാറി ഈ മരക്കൂട്ടത്തിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല മഞ്ഞാണ്, ഫോഗ്. നമുക്ക് ഒരു നാച്ചുറൽ ടച്ച് എന്നൊക്കെ പറയുമ്പോഴത്തെ ഒരു ഫീലിംഗാണ് നമുക്ക്. ശബരിമല എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഹരിതാഭയും പിന്നെ ഈ ഒരു മിസ്റ്റ്, ഈ മഞ്ഞിൻ്റെ ഒരു ടച്ചും തണുപ്പും അങ്ങനെയുള്ളൊരു കുളിർമയാണ് ആ സ്ഥലം. അപ്പം നമുക്ക് മാനസികമായിട്ട് അവിടെ ഒരു ശബരിമല വിസിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു കുളിർമയുണ്ടാവും. ഈ നേച്ചറും ഇതൊക്കെ കാണുമ്പോൾ വേറൊരു ഫീലാണ്. ഇപ്പോൾ തിരിച്ച് പമ്പയിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. അപ്പം അവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു നല്ലൊരു ഫോഗും ആ മൗണ്ടനൊക്കെ കാണാം. പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയല്ല ട്രാക്ടർ. ഇപ്പോൾ നമ്മൾ തിരിച്ച് വരാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ പമ്പ ഇങ്ങനെ ഒഴുകി വരുന്നത് നമുക്ക് ചെറുതായിട്ട് കാണാം ദൂരെ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 9 മണിയോടുകൂടി അവിടെ നിന്ന് തിരിച്ച് വരികയാണ്. ആ തിരിച്ച് വരുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളാണ്. കാര്യം ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു ഫീൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം നമുക്കൊരു നാച്ചുറൽ. നമ്മൾ ഇങ്ങനെ ഒരു KSRTC ഇങ്ങനൊരു ഈ ഹെയർ പിൻ വഴി അല്ലെങ്കിൽ ഹൈ റേഞ്ച് വഴി നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു സുഖമുണ്ട്. അതൊരു നല്ലൊരു ഫീലിംഗാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ശബരിമല യാത്ര. ഇത് നമ്മൾ അവസാന ഘട്ടം തിരിച്ചിറങ്ങുന്ന വഴിയുള്ള ഷൂട്ടിങ്ങാണ്. അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 1 ഡേ സോളോ ട്രിപ്പാണ് പ്ലാൻ ചെയ്തെങ്കിലും നമ്മളിവിടുന്ന് പോയ വഴിക്കാണ് ബസ്സിനൊരു പണി കിട്ടി. അങ്ങനെ അവിടെ വെച്ച് 2 കൂട്ടുകാരെ കിട്ടി. അങ്ങനെ നമ്മൾ ഒന്നിച്ചാണ് യാത്രയും കുളിയും ഫുഡും ദർശനവും പിന്നെ എല്ലാം. പിന്നെ അവസാനം നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്ത് വന്നിട്ടാണ് നമ്മൾ
പിരിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ശബരിമല യാത്ര അവസാനിച്ചു. അവിടെ പുതിയ രണ്ട് സുഹൃത്തുക്കളെയും കിട്ടി. സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയ എനിക്ക് അവസാനം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ട്രിപ്പിലേക്കാണ് അത് പോയത്. നല്ല രസമായിരുന്നു, നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു വൺ ഡേ ട്രിപ്പ് അവസാനിച്ചു. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ട്രിപ്പായിട്ട് പിന്നെ കാണാം.